അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ രാജശ്രീ ഫെലിക്സേ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടുകൂടെ അംഗീകരിക്കുന്നു. ഒരാൾ മുഖാന്തരം ഒരു സമാധാനം ഉണ്ടായാൽ, ഒരാളിൽ നിന്ന് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അതെന്ത് ചെയ്യണം? പറ. സന്തോഷത്തോടെ അംഗീകരിക്കണം. നമുക്കില്ലാത്തൊരു സ്വഭാവം എന്നറിയാമോ? ഒരു മനുഷ്യന് നല്ല ഗുണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജന്മത്തെ നമ്മൾ അംഗീകരിക്കുകയല്ല. നിശ്ചിത ആഴമായിട്ട് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ നല്ല ഗുണങ്ങൾ എന്ത് ചെയ്യല പറയില്ല. ചത്ത് കഴിയുമ്പോൾ മൈക്ക് കിട്ടാൻ വേണ്ടി ആക്രമണം പറഞ്ഞവർക്ക് എന്തിനാ? ഗുണങ്ങൾ പറയാൻ അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല ഗുണം പറഞ്ഞിരുന്നെങ്കിൽ ആ പുളിച്ചിലൂടെ ജീവിച്ചിരുന്നേനെ. നിങ്ങൾ വിടുന്നില്ലല്ലോ. ഒരു മനുഷ്യനിൽ നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണവും ഉണ്ട്. നല്ല ഗുണങ്ങൾ മാത്രമുള്ളവരെന്ന് കൈമുട്ടിയാട്ടെ അല്ല. അപ്പൊ ഏകദേശം ഉറപ്പായില്ലേ ഈ സാധനം ഉണ്ടെന്നുള്ളത് അല്ലേ? ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ആ മനുഷ്യന്റെ ചീത്തവശങ്ങൾ എന്തുണ്ടെന്ന് തപ്പി നടക്കാതെ ചിലരിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ. ആ പരിപാടി നിർത്തണം. ഹലോ, ആ മനുഷ്യന് എന്ത് നല്ല ഗുണമുണ്ടെന്നുള്ളത് മാത്രം കണ്ടുപിടിക്കണം. അങ്ങനെ കൃപയുണ്ടോ? ഒരു മനുഷ്യന് എന്ത് നല്ല ഗുണമുണ്ടെന്നുള്ളത് മാത്രം കണ്ടുപിടിക്കുന്ന കൃപ എത്ര പേർക്കുണ്ട്? പറ. ആർക്കുമില്ല. കണ്ടോ? നല്ല ഗുണങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവം ആർക്കെങ്കിലുണ്ടോ? നല്ല ഗുണങ്ങൾ മാത്രം ഇല്ല. എങ്ങനെ പോയാലും ഒരു മനുഷ്യന്റെ അകത്ത് എന്ത് കുഴപ്പമുണ്ടെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ആ സ്വഭാവം മാറ്റണം അല്ലേ? ഷൈജാന്റിക്ക് ഒത്തിരി ചീത്ത ഗുണമുണ്ട് അല്ലേ? പക്ഷെ നല്ല ഗുണങ്ങളും ഉണ്ട്. അതെന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കുറെ ഈ നാത്തൂനല്ലേ? ആണോ? നാത്തൂനാണോ? അത് ചേച്ചിയാണോ? നാത്തൂന. അപ്പോ ഈ നാത്തൂന്റെ ഉള്ളിൽ നാത്തൂന്റെ ഉള്ളിൽ ഒത്തിരി ചീത്ത ഗുണങ്ങളുണ്ട്, രണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? മറ്റേ ഗുണം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ആ ഗുണത്തെ പറ്റി പറയണം. മോത്തു എടി നിന്റെ ആ സ്വഭാവം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ആ ചെയ്തതില്ലേ അതെനിക്ക് പറ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. പറയുമ്പോൾ അവർക്കതൊരു പ്രോത്സാഹനമാണ്. രണ്ടായി പൊങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. വീണ്ടും അത് തന്നെ ചെയ്യാൻ അവർ എന്ത് ചെയ്തോളും? ശ്രമിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരിൽ ഈ ചീത്ത ഗുണമില്ലേ അത് അവരങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇവരുടെ ഉള്ളിൽ ഒരു സാധനം വരും. എന്താ? എന്നെ ഇത്ര നല്ല ഗുണങ്ങൾ പറയുന്നവരുടെ മുമ്പിൽ എന്റെ ഈ സാധനം പുറത്തു വന്നാൽ എനിക്ക് മോശമാണ്. അതായത് അപ്പൊ മനഃപൂർവ്വം ഈ സാധനം ഒഴിവാക്കാൻ മരുമക്കളൊക്കെ ഉള്ളവർ കൈവക്കിയാണ്. മരുമക്കൾ ഒന്ന് രണ്ട് മരുമക്കളിൽ ചീത്ത ഗുണമുണ്ട്, നല്ല ഗുണം. നിങ്ങൾ ഏതാ ആദ്യം കണ്ടുപിടിക്കുന്നത്? വന്ന അന്ന് മുതലേ സാധനം ഏതാ കണ്ടുപിടിച്ചു തുടങ്ങി? പരിപാടിയൊക്കെ നടത്തണം കേട്ടോ. നിങ്ങളും നന്നാക്കുകയല്ല, അവരും നന്നാക്കുകയല്ല, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നാക്കുകയല്ല. നിങ്ങൾ സ്വതന്ത്രം പറയുന്നില്ല. ഹലോ, മരുമക്കളിൽ നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട് അല്ലേ? ആണോ? അപ്പൊ നിങ്ങൾ ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? നല്ല ഗുണം. അവരിലുള്ള നല്ല ഗുണം എന്ത് ചെയ്യണം? അത് ഇടയ്ക്കിടയ്ക്ക് പറയണം. എടിപോലെ നീ ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അമ്മയ്ക്ക് അത് ഭയങ്കര സന്തോഷമായി. മോനെ നീ ആ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവരിലുള്ള ചീത്ത ഗുണത്തെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാക്കും. പക്ഷെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന ഇത്രയും ദിവസം അവരിൽ പല നല്ല ഗുണം ഉണ്ടായിട്ട് അത് ഇതുവരെ മുഖത്ത് നോക്കി പറഞ്ഞില്ല. എന്ത് കുഴപ്പമുണ്ടോ അത് മാത്രമേ പറഞ്ഞു. പിന്നെ എങ്ങനെ മരുമോൾ നന്നാകും? പിന്നെ എങ്ങനെ മരുമോൾ നന്നാകും? നിങ്ങളിട്ട് പറയുകയില്ല, അവരിട്ട് നന്നാകുകയില്ല. അവർ നന്നാകാൻ തീരുമാനം എടുത്താലും അവരെ നിങ്ങൾ തെറ്റിച്ചു കളയും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ കേട്ടോ. സ്വതന്ത്രം വരുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളും മരുമക്കളായിരുന്നു അല്ലേ? അപ്പൊ അവിടുത്തെ അമ്മായി എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഭൂമിയിൽ? ചിലത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയെന്ന് തോന്നുന്നു. എന്താ
എന്റെ അമ്മായിമോട് എന്നോട് ഭയങ്കരമായിട്ട് പോരെടുത്തു. എന്നാ പിന്നെ ആട്ടെ ഞാനും കഴിയട്ടെ, വീട്ടിൽ വരുന്ന കയറുകൂടെ ഞാൻ ഇതിന്റെ 10 ഇരട്ടി കണ്ടോ. ഈ സ്വഭാവം നമ്മൾ മാറ്റണം. നല്ല ഗുണം എത്തിക്കണം, പറയണം കേട്ടോ. ഇന്ന് മുതൽ അത് ശീലിച്ചോണം. നല്ല ഗുണം. ഹലോ, തീരുമാനമുള്ളവർ എത്ര പേരുണ്ട്? കയ്യിൽ പോകുന്നില്ല. നല്ല ഗുണം. നിങ്ങളുടെ മക്കളിൽ ചീത്ത ഗുണം ഒരുപാട് കാണും. പക്ഷെ ആ ചീത്ത ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 കുറഞ്ഞ് കുത്തി നോക്കുകയല്ല ചെയ്യേണ്ടത്. നല്ല ഗുണങ്ങൾ അവരെ പറയണം. നിന്റെ അസ്വഭാവമുള്ള കേട്ടോ, നീ ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ചെയ്യണം, പറയണം. തോമസിന്റെ ഭാഗത്തിൽ നല്ല ഗുണം വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? പറയണം. തോമസ്, നീ ആ ചെയ്തത്, നീ ആ പറഞ്ഞത്, നീ ആ കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവം കൂടി ചെയ്യുകയല്ല. നിങ്ങൾ ഈ 10,000 പ്രാവശ്യം ചീത്ത ഗുണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രം പറയുന്നില്ല. ഹലോ, അപ്പൊ അതുകൊണ്ട് നല്ല ഗുണങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പറയുക. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ പറയാൻ ശ്രമിക്കുക.